അതെ 3-4 ദിവസമായി നമ്മൾ റിസോർട്ടിൽ റൂം കൊടുത്തിട്ട് ഫുഡും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കണം. ഒരു ഷോർട്ട് ഫിലിമിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂല. 10-35 കൊല്ലമായിട്ട് ഫിലിമിന്റെ പുറകെ നടന്നതല്ലേ സത്യൻ സാറ്. ഒരു കഥ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കുറെ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സംഗതിയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ റോഡൊക്കെ വീതി കൂട്ടുന്ന സമയത്ത്, ഈ ഹൈവേക്കൊക്കെ വേണ്ടിയിട്ട് വീതി കൂട്ടുന്ന സമയത്ത് റോഡിന്റെ 2 സൈഡും വൃത്തിയാക്കുമല്ലോ. ആ വൃത്തിയാക്കലില് സ്വന്തം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവജാലങ്ങൾ, കടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുള്ള കടകളല്ലാന്നേ, കടകളും കടപ്പാടും അല്ല പറഞ്ഞു ഞാൻ. എന്താ ഇപ്പൊ എന്റെ ഓർമ്മയില് കാക്കമരം എന്ന് പറഞ്ഞിട്ടൊരു മരം ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. ഈ അടുത്ത് മുറിച്ച മരം. അതിങ്ങനെ പടർന്ന് പന്തിരിച്ച് നിൽക്കുകയായിരുന്നു. തന്നെയല്ല, അതിന്റെ മുകളിൽ ഇല്ലാത്ത പക്ഷികളില്ല. അതിന്റെ അടിവേര അങ്ങടെ ആർത്തപ്പോയി എന്താണ്ടായത്? സകലമാന ജീവജാലങ്ങളുടെയും വീട് നഷ്ടപ്പെടുകയാണ്, കൂട് നഷ്ടപ്പെടുകയാണ്. ഇവറ്റുകൾ ഒരു ദിവസം കൊണ്ട് എവിടേക്ക് പോകും? ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ ഇതൊരു നല്ല കോൺസെപ്റ്റ് ആണല്ലോ. നമുക്കത് ഈ ഷോർട്ട് ഫിലിമിന് പറ്റുന്ന നല്ലത്. മാത്രമല്ല അത് പ്യാരിക്ക് താങ്ങിയാലും പൊത്തില്ല. അനിമേഷൻ വർക്കൊക്കെ വരും. അതുമല്ല, കാക്കനെയൊക്കെ അഭിനയിപ്പിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുമതി മേടിക്കണം. കേന്ദ്രത്തിൽ നിന്ന് അനുമതിയൊക്കെ മേടിച്ചിട്ട് അഭിനയിപ്പിക്കണം കാക്കാമാരുടെ ഉൾപ്പെടുത്താനേ പോരെ. ആ കാക്കയല്ല, പറക്കണ കാക്ക. വേറെ ആലോചിക്കാൻ നോക്കി. അതിപ്പോ ശീതള 1-2 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഒരു ആശയമാണ്. അത് വേണ്ട രീതിയിലൊന്നും ഒരു രൂപപ്പെട്ട് വന്നിട്ടില്ല. സാർ പറയും. അതായത് ബോഡി ഷെയ്മിംഗ് ആണ് വിഷയം. അല്ല, ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി ഷെയ്മിംഗ് അറിഞ്ഞൂടെ? ജിമ്മന്മാരുടെ കഥ അതാണോ? അതല്ലാന്ന്, അത് ബോഡി ബിൽഡിങ്. അതല്ല ശരീരപ്രകൃതിയായിട്ട് ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ ഉള്ള ആളാന്ന് വിചാരിക്കുക. ശാരീരിക വൈകല്യമുള്ള ആളാണ് വിചാരിക്കുക. നിറത്തിനെ പറ്റിയിട്ടാവാം. ചിലപ്പോ ഉയരം കുറഞ്ഞ ഒരാളെ ആ കുള്ളെന്നൊക്കെ വിളിച്ച് കളിയാക്കുക. അതുപോലെ ഹൈറ്റ് കൂടിയ ആളെ തോട്ടി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിന് എതിരായിട്ട് ഒരു വിഷയം എടുത്താൽ എന്താന്നുള്ളതാണ്. സത്യം സാറേ, ഇത് അവാർഡ് ഉറപ്പാണ്. കാരണം എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പറഞ്ഞത്. ഞാനൊന്നും മനസ്സിലാവണ്ട. ഞാൻ പറയുമ്പോ കാശ് കറക്റ്റായിട്ട് ഇറക്കിയാൽ മതി, ഒക്കെ മനസ്സിലാക്കി. അഭിനയിക്കുന്ന നടനുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും ഒരു പ്രത്യേക ശരീരപ്രകൃതി ഉള്ള ഒരാളാവണം, ഒറിജിനലായിട്ട്. അല്ല, എന്തിനാ ഒറിജിനൽ? ഞാൻ അങ്ങനെ ആയാ പോരെ? അല്ല അത് വേണ്ട. അത് നമ്മള് ഗേച്ചം കുട്ടിമാരിയിരിക്കും, അത് വേണ്ട. അതെ, ഒന്നതിൽ നല്ല തടി ഉണ്ടാവുക. അതെ, മനസ്സിലായി സാർ. അല്ലെങ്കിൽ നല്ല ഹൈറ്റില്, അത് കറുത്ത ആളാവാം, അത് ഒറിജിനൽ ആയിരിക്കണം. സാറിപ്പോ സാറി പറഞ്ഞ പോലെ എന്റെ ആലോചന ഒരാളുണ്ട്. ആരാണ്? കറക്റ്റ് തടിയുണ്ട്. നമ്മൾ ഒറ്റ ലുക്കിൽ കണ്ട എല്ലാ തരത്തിലും അതിന് അനുയോജ്യപ്പെട്ട ഒരാളാണ്. നല്ല ആക്ടറാണ്. ആരാണ്?